ശുദ്ധി വേണമെന്നാണ്. ഒരെണ്ണം തന്നെ ആവണം. മാവലയാകുമ്പോഴേ ഒരിടത്ത് തന്നെ ആവണമല്ലോ. അതിൽ വ്യത്യസ്തം ഇതാവരുത്. ഞാനിങ്ങനെ ടിക്ക് ചെയ്താൽ മാത്രം എടുക്കാം കേട്ടോ. ഇതിനകത്ത് എണ്ണ മാത്രമേ ടിക്ക് ചെയ്യല്ലേ, മനസ്സിലായോ? അതുപോലെ ഇതൊക്കെ ഞാൻ കൊണ്ടുവരാം. വസ്ത്രങ്ങളൊക്കെ ഉടയാട മാത്രം ഒരു 11 എടുക്കണം. ഉടയാട ഇതിനകത്ത് കലശക്കുടം അവിടെ കിട്ടില്ലേ? കലശക്കുടം അല്ല അല്ല അതുണ്ട് അല്ല അതിനുശേഷം മൺകുടം ഇല്ല അതിനുശേഷം അല്ലേ ചേട്ടാ പാമ്പ് ഒരു കാര്യം ചെയ്യും, ഇത് വാങ്ങിക്കാം. അല്ല അവിടെ ഇതെങ്ങാനും വാടകയ്ക്ക് കിട്ടുമോ? മറ്റേ ഇത് അമ്പലത്തിൽ കുടം സുനിക്ക് കുറെ ഉണ്ടല്ലോ കുറച്ച് അവന് അത് സുനിക്കുണ്ട്. എത്ര എണ്ണം? 51 കാണില്ല. പിച്ചളയാവാം, സ്റ്റീലാവാം. അടുത്തുള്ള ക്ഷേത്രത്തിലേ അല്ലെങ്കിൽ കുഴപ്പമില്ല, മേടിച്ച് വെറുതെ വേസ്റ്റ് വർഷം അത് ഉപയോഗിക്കാനാണ്. സുനിക്കുള്ളതിന് പുറമേ ഉള്ളത് വാടകയ്ക്ക് എടുക്കാം. ഇവിടെ നിന്നുള്ളത് ഞാൻ കുറച്ച് കൊണ്ടുവരും, ഇവിടെ നിന്നുള്ളത് കൊണ്ടുവരും. കൂടാതെ നമുക്ക് ശരി കേട്ടോ. ഇത് കൊണ്ടുവരുന്നത് കൂടാതെ ഇവിടെ പ്രത്യേകം നവകപഞ്ചമി എന്നുള്ള പ്രത്യേകം ഇതിനകത്ത് ടിക്ക് ചെയ്ത് മാത്രം നോക്കണം. ടിക്ക് ചെയ്ത് മാത്രമേ ആവാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അതുപോലെ ഇത് ഇവിടുന്ന് കൊണ്ടുവരും. നുറുമ്പാലിനുള്ള സാധനങ്ങൾ അതിനകത്ത് വേണ്ടത് പാല് വേണം, കരിക്ക്, കറക്റ്റ് മഞ്ഞൾപ്പൊടി ഒരു 3 കിലോ മഞ്ഞൾ മേടിച്ച് പൊടിച്ച് അത് ചെയ്യാം. നല്ല മഞ്ഞളായിരിക്കും. അരിപ്പൊടിയും അതുപോലെ തന്നെ പൊടിക്കണം. അനിയത്തിക്ക് മില്ലുണ്ട്, അവര് സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ പാല് വേണ്ടത് 3 ലിറ്റർ നമുക്ക് പ്രത്യേകമായിട്ട് വേണം, നുറുമ്പാലിന് മാത്രം. എല്ലാം കൂടെ നമുക്കൊരു 7 ലിറ്ററോളം മൊത്തം അന്നത്തെ പ്രാവശ്യമെല്ലാം കേട്ടോ. അത് 3-ാം ദിവസത്തേക്കാണ് ലാസ്റ്റ് ദിവസം രാവിലെ. പിന്നെ പാത്രങ്ങളാണ് ഇത്ര, ഇത് വേണ്ടത് തന്നെയാണ് കേട്ടോ. കുറേ സാധനം, ഉരുളി, ചട്ടകം, തവി, സ്പൂൺ, ഓൾറെഡി പലതും ഉണ്ടല്ലോ. ഈ ജലാധിവാസത്തിനും ജലദ്രോണിക്കും വലിയ പാത്രങ്ങളും ഉദ്ദേശിക്കുന്നത് വലിയ ആ സമയത്ത് ഉണ്ടാവുമല്ലോ, എടുത്ത് വെച്ചാൽ കണ്ടോ. നിലവിളക്കും, ഇഷ്ടിക, തൊണ്ട്, ചിരട്ട, പ്ലംബർ വെച്ച് കൂടുതലെടുത്തോളൂ. സർപ്പശാന്തി ഉള്ളതുകൊണ്ട് ദ്രവ്യം വെക്കുവാൻ. പിന്നെ പൂമാലകളുടെ കണക്കാണ് കേട്ടോ. പൂമാല കഴിവതും അരളി ഉപയോഗിക്കില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും നമ്മൾ വാങ്ങിക്കാറില്ല. ചെത്തി തുളസിയാണ് ഉത്തമം. ചെത്തി തുളസി, ചെത്തി തെറ്റിന്നല്ലേ പറഞ്ഞത്. അപ്പൊ തെറ്റി തുളസി, പിന്നെ റോസ് ഏറ്റവും നല്ലതാണ്. തെറ്റിയാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്, കിട്ടുന്നെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ബാക്കി റോസ് നമുക്ക് ആ സേവയ്ക്കൊക്കെ റോസ് ഉപയോഗിക്കാം. ബാക്കി മറ്റേ അലങ്കാര പുഷ്പങ്ങളായിട്ടുള്ള അതൊന്നും വേണ്ട. അതറിയാമോ, ഈ കൊങ്ങിണിയും ഇതുള്ള പൂക്കൾ വേണ്ട. ജമന്തി ഒന്നും വേണ്ട. ജമന്തിയും
അർച്ചനാപുഷ്പങ്ങൾ ഈ സർപ്പശാന്തി ഉള്ളതുകൊണ്ട് അതിന് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ തുളസി ആവാം, നമുക്ക് തെറ്റിയാവാം, പിന്നെ റോസ, താമരയാവാം, അങ്ങനെ എടുക്കും കേട്ടോ. മറ്റ് പുഷ്പങ്ങളിലേക്ക് പോയാൽ ശരിയാവും. കഴിഞ്ഞ തവണ താമര മാലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണ, അതിപ്പോഴും ഉണ്ട്. ആ പിന്നെ ഈ പൂക്കുലമാല ഞാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? പൂക്കുലമാല മനസ്സിലായി? അടുക്കി അതെ ഇല്ല അറിയാമോ? ഇല്ല ഇല്ല പൂക്കുലയില്ല, നമ്മുടെ പൂക്കുല, കഴുകും പൂക്കുല ഇങ്ങനെ ഇങ്ങനെ കൊരുത്ത് കിട്ടും. ഇങ്ങനെ എടുത്ത് ഒരെണ്ണം വയ്ക്കും, ഇങ്ങനെ എടുത്ത് ഒരെണ്ണം വയ്ക്കും, വീണ്ടും ഒരെണ്ണം വയ്ക്കും, കെട്ടാം. അതാ പൂക്കുല എടുത്ത് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത് സുനിലിനോട് പറഞ്ഞു ഇതിൻ്റെ ഫോട്ടോ ഒന്ന് എനിക്ക് പ്രത്യേകത്തേക്കാം എന്നത് കളക്ട് ചെയ്യുമ്പോഴേ ഞാൻ ഇപ്പോൾ എടുക്കണം. കുറച്ച് മാറ്റമൊക്കെ വരുത്തി വിടാം. അതെ അതെ ഭഗവാനെ കണ്ടു. ഇവിടെ കുറേ വർക്കുണ്ട്. ഇനി ഇപ്പോൾ ചുറ്റോടിയിട്ടൊരു മതിൽ വരുന്നുണ്ട്. പിന്നെ മുകളിലൊരു വലിയൊരു ഇതൊക്കെ വരുന്നു. ഞാൻ അമൃത ചാനലിലുണ്ടായിരുന്നു നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ച്. കൊച്ചി രണ്ട് മൂന്ന് ചാനലുകളിൽ ഒന്ന് ഇതിട്ട് വന്നു. 24 വന്നു. പിന്നെ അതെ ഭഗവാൻ ഇങ്ങനെ ഒരു ഇതിലങ്ങ് പോവുക. ടിക്ക് ചെയ്ത് മാത്രമാകണം കേട്ടോ, വേറെ ഒന്നും നമുക്ക് പേപ്പർ ഇത്ര ഉണ്ടെങ്കിലേ ടിക്ക് ചെയ്ത് മാത്രം മതി. എല്ലാവരും പങ്കെടുത്ത് കാര്യങ്ങൾ ഭംഗിയാക്കണം. നമുക്കതാണ് ആവശ്യം. 12 കോൽ 7.5 കോൽ വീതിയാണ്. അത് നമ്മുടെ സ്ഥലമനുസരിച്ച് ചെയ്യും. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലെ മറ്റേ ഉണ്ടല്ലോ, അത് കെട്ടിയിട്ടുണ്ടോ മുകളിൽ? പിന്നെ അതിനകത്ത് വെച്ചാൽ മതി. അല്പം വെള്ളം വിരിച്ചാൽ മതി അതിനകത്ത്. അല്ല, നാഗപ്രതിഷ്ഠയുടെ നമുക്കൊരു കൊട്ടിൽ വേണം. അപ്പൊ എന്നാലേ അതൊരു കിഴക്കോട്ട് ഞാൻ നീളത്തിൽ സ്ഥലം ഉണ്ടാവില്ല. കാരണം നമുക്ക് നാഗരുടെ പൂജയ്ക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ആ പൂജ കഴിഞ്ഞ് ശ്രീലകത്ത് കയറാനൊക്കെ അങ്ങനത്തെ നിയമമാണ്. അപ്പം പിന്നെ ശ്രീകോവിലോട്ട് കയറണമെങ്കിൽ കുളിക്കണം. അങ്ങനെ അതിൻ്റെ നിയമങ്ങൾ. പിന്നെ അവരോടൊന്ന് അനുവാദം ചോദിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കയറാനൊക്കെ പക്ഷെ എന്നിരുന്നാൽ നിയമങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നട അടയ്ക്കാനും പറ്റില്ല, അതാണ് നിയമം. അപ്പോൾ തുറന്നിരിക്കുമ്പോഴേ അപ്പുറത്ത് പ്രദർശിക്കാനും എന്നാൽ ഇവരവിടെ വരണം. കാരണം ഈ നൂറുംപാലിൻ്റെ പ്രശ്നം, നൂറുംപാലം കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് പിന്നെ പുറത്ത് കയറാൻ പറ്റും. പിന്നെ കുളിച്ചിട്ടേ കയറാൻ പറ്റും. അങ്ങനെ കുറേ നിയമങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് മുൻപിൽ കലശം നമ്മൾ പൂജിക്കണം കേട്ടോ. സർപ്പശാന്തിയും അതിന് മുമ്പ് വെച്ചാലേ. അപ്പം അതിന് എല്ലാവർക്കും നിൽക്കാനൊക്കെ ഉള്ള സൗകര്യമില്ലേ നമുക്ക് പിന്നെ വന്നിട്ട് ബാക്കി എന്തെങ്കിലും അങ്ങോട്ടോ മാറ്റം വരുത്തണമെങ്കിൽ അന്ന് അവിടെ വെച്ച് നമുക്ക് തീരുമാനിക്കാം. സ്ഥലം നോക്കിയിട്ടെ ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പുറത്ത് വെച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കിയിട്ട്. വേറെ ഒന്നും ഇല്ലല്ലോ അഭിപ്രായം? എന്തെങ്കിലും സംശയം ഉണ്ടോ?